500 സക്സസ്ഫുൾ ആയ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ വിജയത്തിന് കാരണമായ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ. ആ ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള 7 ലെസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ബേണിംഗ് ഡിസയർ. ഒരുപാട് ആളുകൾ പണവും സമ്പത്തും എല്ലാം ഉണ്ടായാൽ കൊള്ളാമെന്ന് ചെറുതായെന്ന് ആഗ്രഹിക്കാറുണ്ടാകും. ചെറിയൊരു വിഷ് മാത്രം. പക്ഷേ ആ ഒരു വിഷ് കൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് റിച്ച് ആകണം, നമ്മുടെ ഡ്രീംസ് ഒക്കെ അക്കംപ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബേണിംഗ് ഡിസയർ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, 10,000-ലധികം പ്രാവശ്യം തൻ്റെ എക്സ്പെരിമെൻറ്റ് ഫെയിൽ ആയിട്ടും തോമസ് ആൽവ എഡിസൺ തൻ്റെ ശ്രമത്തിൽ നിന്നും പിന്മാറിയില്ല. കാരണം ഒരു ഇലക്ട്രിക് ബൾബ് കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ വിഷ് ആയിരുന്നില്ല, മറിച്ച് ഒരു ഇൻറ്റൻസ് ഡിസയർ ആയിരുന്നു. ഇതുപോലൊരു അനുഭവം ഫേമസ് റൈറ്ററായ ഫാനി ഹേഴ്സ്റ്റിനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൻ്റെ ആദ്യത്തെ ഒരു ഷോർട്ട് സ്റ്റോറി ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് 36 പ്രാവശ്യം ഇവരുടെ ഷോർട്ട് സ്റ്റോറീസ് കമ്പനി റിജക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ നോവലുകളുടെയും പ്ലേ റൈറ്റിൻ്റെയും ഒക്കെ ലോകം കീഴടക്കുകയായിരുന്നു. റിജക്റ്റ് ചെയ്തപ്പോഴുണ്ടായ ഫ്രസ്ട്രേഷനേക്കാൾ സ്ട്രോങ് ആയിരുന്നു ഹേഴ്സ്റ്റിൻ്റെ ഉള്ളിലുള്ള ബേണിംഗ് ഡിസയർ. ആൻഡ് ഷീ അൾട്ടിമേറ്റ്ലി മെറ്റ് വിത്ത് സക്സസ്. സോ നിങ്ങളുടെ ഗോൾസ് എങ്ങനെയുള്ളതാണ്? ചുമ്മാ ഒരു വിഷ് മാത്രമാണോ അതോ ഒരു ബേണിംഗ് ഡിസയർ ആണോ? നമ്പർ 2, ഗോൾ സെറ്റിംഗ് ആൻഡ് പ്ലാനിങ്. തനിക്ക് എന്താണ് വേണ്ടത് എന്ന് കറക്റ്റായിട്ട് അറിയുന്നവരാണ് ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഭൂരിഭാഗം ആളുകളും. സോ നിങ്ങൾ ഏതൊരു ഡ്രീമിന് പിന്നാലെ പോകുന്നതിന് മുൻപ് എന്താണ് നിങ്ങളുടെ ഗോൾ എന്ന് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് റിച്ച് ആകണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര പൈസ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രിസൈസ് ആയിട്ട് തീരുമാനിച്ചിരിക്കണം. അതോടൊപ്പം എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യും എന്ന് കൂടി തീരുമാനിക്കണം. അതിനായിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കാരണം ഒരിക്കലും നടക്കാത്ത ഡ്രീം സെറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അല്ലേ? സോ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിനെ പറ്റി കൂടി ചിന്തിക്കുക. അതും പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളുടെ ആ ഗോളിൽ എത്തിച്ചേരാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ആയിരിക്കണം. ആൻഡ് വൺസ് യു ഹാവ് എ പ്ലാൻ, ഗെറ്റ് ക്രാക്കിംഗ് ഇറ്റ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വർക്ക് ആകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബേണിംഗ് ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അത് സ്ട്രോങ് ആയിരിക്കണം. പക്ഷേ അതിനു മുൻപ് എന്താണ് നിങ്ങളുടെ ഗോൾ, അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് എല്ലാ ദിവസവും 2 പ്രാവശ്യം അത് വായിക്കുകയും ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു പ്രാവശ്യം വായിക്കുക, ദെൻ രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് ഒരു പ്രാവശ്യം വായിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കും. നമ്പർ 3, ഫെയ്ത്ത്. ഉള്ളിൽ എപ്പോഴും ഒരു ഉറച്ച വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും യു ക്യാൻ എന്നാകും. യു ക്യാൻ ആൻഡ് യു വിൽ അച്ചീവ് യുവർ ഗോൾസ്. നമ്മളെപ്പോഴും സെൽഫ് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉള്ളിൽ ഒരു ഉറച്ച വിശ്വാസമില്ലാതെ ആരും പണക്കാരനായിട്ടില്ല, ആരും പുതിയ കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. വിശ്വാസത്തിൻ്റെ പവർ എന്താണ് എന്ന് കാണിച്ചു തന്നവരിൽ മികച്ചൊരു ഉദാഹരണമാണ് ഗാന്ധിജി. പണമോ മിലിറ്ററി പവറോ സ്വാധീനമോ ഇതൊന്നുമില്ലാതെ തന്നെ ശക്തരായ ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ ഗാന്ധിജിക്ക് കരുത്തേകിയത് ഈ വിശ്വാസം തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സെൽഫ് ഇമേജിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മളോട് തന്നെയുള്ള വിശ്വാസം. ഐ ക്യാൻ എന്ന സെൻറ്റൻസിന് നിങ്ങളെ ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്പർ 4, ഓട്ടോ സജഷൻ. സോ ഒരു സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു കാര്യമൊന്നുമല്ല. അത് ആർക്ക് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? ത്രൂ ഓട്ടോ സജഷൻ. എന്താണ് ഓട്ടോ സജഷൻ? അതായത് സ്പെസിഫിക് ആയിട്ടുള്ള തോട്ട്സിലൂടെ ഒരു സ്പെസിഫിക് ഗോളിനെ പറ്റിയുള്ള ചിന്തകൾ ഉപയോഗിച്ച് നിങ്ങളെ സ്വയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാറ് വാങ്ങിക്കുമെന്ന് നിങ്ങളോട് തന്നെ സ്വയം പറയുക. അതും റിപ്പീറ്റ് ചെയ്ത് പറയുക. കഴിവതും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും അതുപോലെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും. കാരണം ഈ 2 സമയത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. സോ ഈ ഓട്ടോ സജഷനിലൂടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുവഴി നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും സാധിക്കും. നമ്പർ 5, നോളജ് ഈസ് പവർ. നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളുടെ ഗോൾസ് കുറച്ചുകൂടി ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നോളജ്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രഡീഷണൽ തോട്ട്സ് നിങ്ങൾ അങ്ങ് മാറ്റി വയ്ക്കുക. നോളജ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഡിപ്ലോമയിലോ ഒരു കോളേജ് ഡിഗ്രിയിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. ഹെൻറി ഫോർഡ് ഹൈസ്കൂൾ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ എംപയറായി മില്യൺസ് ആൻഡ് മില്യൺസ് ഉണ്ടാക്കി. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ കുറേ ഫാക്ട്സ് കാണാപ്പാടം പഠിച്ചു വയ്ക്കുകയല്ല വേണ്ടത്. പകരം നിങ്ങൾക്ക് ആവശ്യം ശരിയായ എക്സ്പീരിയൻസസ് ആണ്, ആവശ്യമുള്ള അറിവാണ്. പക്ഷെ അതിനൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ആണ്. നമ്മൾ ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടേയിരിക്കണം.
പുതിയ അറിവുകൾ, പുതിയ സ്കിൽസ് അത് നേടിക്കൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ സ്കൂളിലും കോളേജിലൊന്നും പോകണ്ട എന്നല്ല പറയുന്നത്, പോകണം. ബട്ട് സ്കൂളോട് കൂടി നിങ്ങളുടെ പഠനം അവസാനിച്ചു എന്ന് കരുതരുത്. ശരിക്കും അതിന് ശേഷമാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങൾ എവിടെ നിന്ന് അറിയാൻ സാധിക്കും എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് ആരോട് ചോദിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിച്ച് മീൻസ് അതിനനുസരിച്ചിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാകണം. നമ്പർ 6, നോ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. പ്രൊഫഷണൽ സക്സസിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് നമ്മളുടെ തന്നെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിയുക എന്നത്. ബീയിങ് സെൽഫ് അവെയർ. മടി, പ്രോക്രാസ്റ്റിനേഷൻ ഇതൊക്കെ ഫെയിലിയർ ആകാൻ കാരണമാകുന്ന ചില കാര്യങ്ങളാണ്. ബട്ട് ഈ വീക്ക്നെസ്സിനെ എല്ലാം മറികടക്കാനായി സെൽഫ് അവെയർനെസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എക്സാക്ട്ലി നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് കണ്ടെത്താനായി നിങ്ങളൊരു സെൽഫ് അനാലിസിസ് നടത്തണം. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് വല്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യേണ്ടതാണ് എന്ന്. നോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിനുത്തരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രം മതി. എന്താണ് എൻ്റെ ഗോൾസ്? അത് അച്ചീവ് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? എൻ്റെ തീരുമാനങ്ങൾ ശരിയാണോ? അങ്ങനെ നിങ്ങളെ സ്വയം വിലയിരുത്താനുള്ള ചില ക്വസ്റ്റ്യൻസ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്പർ 7, ബി പെർസിസ്റ്റൻറ്റ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ശരി, ഒരുപാട് ഡിഫിക്കൽട്ടീസ്, ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് നമ്മുടെ മുമ്പിൽ വന്നു ചേരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിൽ കൂടുതൽ പേരും നമ്മളുടെ പ്ലാൻസും ലക്ഷ്യങ്ങളും എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്നു. പക്ഷേ കുറച്ച് ആളുകൾ അവരുടെ പ്ലാനിൽ ഉറച്ചു നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നു. പെർസിസ്റ്റൻസ് അഥവാ സ്ഥിരതയാണ് ഏതൊരു സക്സസിൻ്റെയും കീ പോയിന്റ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തൻ്റെ മുന്നിൽ നിന്നും തൻ്റെ ലക്ഷ്യങ്ങളെ നഷ്ടപ്പെടുത്താതെ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവനെ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ പേഴ്സണൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണം, അതിന് വേണ്ട പ്ലാൻ ഉണ്ടായിരിക്കണം, മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻസും ഒപ്പീനിയൻസും ഒന്നും ശ്രദ്ധിക്കാൻ പോകരുത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം. ഈ റൂൾസ് നിങ്ങളെ പേഴ്സണലായി വർക്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. സോ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്കിലെ ഈ ലെസൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ആയിട്ട് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്